T20 ലോകകപ്പിന്റെ ആവേശകരമായ പോരാട്ടത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയ തകർപ്പൻ വിജയവും അതിൽ മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനവും ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ സ്കോറിന് അടിത്തറയിട്ടത് സഞ്ജുവിന്റെ ആക്രമണോത്സുകമായ ബാറ്റിംഗ് ശൈലിയായിരുന്നു. കേവലം കുറഞ്ഞ പന്തുകളിൽ നിന്ന് 2 തകർപ്പൻ സിക്സറുകളും ഒരു ഫോറുമടക്കം ടീമിന് ആവശ്യമായ വേഗത നൽകാൻ സഞ്ജുവിന് സാധിച്ചു. സഹ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ചേർന്ന് ആദ്യ വിക്കറ്റിൽ 48 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷമാണ് സഞ്ജു ക്രീസ് വിട്ടത്. ഈ പ്രകടനത്തെ പ്രകീർത്തിച്ച് മുൻ ഇന്ത്യൻ താരങ്ങളായ ആർ അശ്വിനും ദിനേശ് കാർത്തിക്കും രംഗത്തെത്തിയതോടെ സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനവും പ്രസക്തിയും ഒരിക്കൽ കൂടി അടിവര ഇടുകയാണ്. സഞ്ജു സാംസൺ ടീമിന് നൽകുന്ന ഇത്തരത്തിലുള്ള മിന്നുന്ന തുടക്കങ്ങൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റാൻ ശേഷിയുള്ളതാണെന്ന് ആർ അശ്വിൻ നിരീക്ഷിക്കുന്നു. ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെന്റിൽ ഫൈനൽ വരെ ഇതേ മികവ് പുലർത്താൻ സഞ്ജുവിന് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാകും. ടീം മാനേജ്മെന്റ് സഞ്ജുവിൽ നിന്ന് കൃത്യമായി എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് താരം മൈതാനത്ത് നടപ്പിലാക്കുന്നതെന്ന് അശ്വിൻ പറഞ്ഞു. ഓപ്പണിംഗ് സ്ഥാനത്ത് സഞ്ജു തുടരുമെന്നും വലിയ സ്കോറുകൾ കണ്ടെത്തി തന്റെ കരിയറിലെ ഈ സുവർണ നിമിഷം മുതലെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര തലത്തിൽ സഞ്ജുവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വേദിയാണിതെന്നും ഈ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്നും സഞ്ജുവിനെ ഉപദേശിക്കാനും അശ്വിൻ മറന്നില്ല. മറ്റൊരു മുൻ ഇന്ത്യൻ താരമായ ദിനേശ് കാർത്തിക്കും സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ആത്മവിശ്വാസത്തെയും സ്വാധീനത്തെയും കുറിച്ച് വാചാലനായി. തുടക്കം മുതൽ റിസ്ക് ഏറ്റെടുത്ത് കളിക്കാൻ സഞ്ജു കാണിച്ച ധൈര്യം സഹ ഓപ്പണറായ അഭിഷേക് ശർമ്മയുടെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിച്ചുവെന്ന് കാർത്തിക് വിലയിരുത്തുന്നു. പവർ പ്ലേ ഓവറുകളിൽ ടീമിന് ആധിപത്യം നേടിക്കൊടുക്കുക എന്ന ദൗത്യം സഞ്ജു ഭംഗിയായി നിറവേറ്റി. ആക്രമിച്ച് കളിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും ടീമിന് വേണ്ടത് ഇത്തരത്തിലുള്ള ഇന്നിംഗ്സുകളാണെന്ന് കാർത്തിക് വ്യക്തമാക്കി. വ്യക്തിഗത സ്കോറിനേക്കാൾ ടീമിന്റെ റൺ റേറ്റിന് മുൻഗണന നൽകുന്ന സഞ്ജുവിന്റെ ശൈലി ആധുനിക T20 ക്രിക്കറ്റിന് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സരത്തിന്റെ പൂർണ്ണരൂപം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സിംബാബ്വെ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 275 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. ഇത്രയും വലിയൊരു ലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ സിംബാബ്വെക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടു. എന്നിരുന്നാലും ഓപ്പണർ റയാൻ ബെന്നിന്റെ പോരാട്ടം ഇന്ത്യൻ ക്യാമ്പിൽ ചെറിയ ആശങ്കകൾ പടർത്തിയിരുന്നു. 59 പന്തുകളിൽ നിന്ന് 97 റൺസുമായി പുറത്താകാതെ നിന്ന ബെന്നറ്റ് സിംബാബ്വെക്കായി പൊരുതി നോക്കിയെങ്കിലും ലക്ഷ്യം വളരെ അകലെയായിരുന്നു. ക്യാപ്റ്റൻ സിക്കന്ദർ റാസയും ഓപ്പണർ മറുമാനിയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കൃത്യതയ്ക്ക് മുന്നിൽ അവർ കാടിതെറ്റി. ഒടുവിൽ 72 റൺസിന്റെ ആധികാരിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകടനം ടീമിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വലിയ സഹായമാകും. സ്ഥിരതയില്ലെന്ന വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ലോകകപ്പ് പോലുള്ള വലിയൊരു വേദിയെ സഞ്ജു ഉപയോഗിക്കുന്നത്. ഓപ്പണർ എന്ന നിലയിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന്റെ ബാറ്റിംഗ് ആഴം വർദ്ധിപ്പിക്കുന്നുണ്ട്. പവർ പ്ലേയിൽ തന്നെ സ്കോർ ബോർഡ് ചലിപ്പിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. സഞ്ജുവിനെ പോലുള്ള ഒരു താരം മികച്ച ഫോമിലാകുന്നത് ടൂർണമെന്റിലുടനീളം ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നതിൽ സംശയമില്ല. BCCIയുടെയും സെലക്ടർമാരുടെയും വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന പ്രകടനമാണ് സഞ്ജുവിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരും മാസങ്ങളിലും ഇതേ മികവ് തുടരാൻ സഞ്ജുവിന് കഴിയട്ടെ എന്നാണ് ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത്.